ഹലോ, പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളും ദശപുഷ്പങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് അവയുടെ പ്രാധാന്യമെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ദശപുഷ്പങ്ങളെയും കൊണ്ട് വന്നിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയിൽ ദശപുഷ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. കർക്കിടക ചികിത്സയ്ക്കും ദശപുഷ്പം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് പൂക്കൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം. കേരളത്തിലെ തൊടികളിലെങ്ങും കാണപ്പെടുന്ന ഈ ചെടികൾക്ക് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും വളരെ വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിന്ന് ഏതൊക്കെയാണ് ദശപുഷ്പങ്ങളെന്ന് നോക്കാം. ഇതാണ് വിഷ്ണുക്രാന്തി. കുഞ്ഞു നീല പൂക്കളും അതുപോലെ തന്നെ കുഞ്ഞു ഇലകളുമായിട്ട് തറയിൽ ഇങ്ങനെ വളരുന്ന ഒരു ചെടിയാണിത്. തറയിലായിരിക്കും ഇങ്ങനെ വളരുക. നിറച്ച് കുഞ്ഞു പൂക്കൾ നിറച്ച് നിൽക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ഈ വിഷ്ണുക്രാന്തി എന്ന പേരിന്റെ അർത്ഥം തന്നെ വിഷ്ണുവിന്റെ കാൽപ്പാട് എന്നാണ്. അതായത് മഹാവിഷ്ണുവിന്റെ കാൽപ്പാട് എന്നാണ്. പനി കുറയുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും മുടി വളരുന്നതിനും മനസ്സിന്റെ സമ്മർദ്ദം ഉണ്ടല്ലോ, മനസ്സിൽ ടെൻഷനൊക്കെ വരുമ്പോൾ ആ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമൊക്കെ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രത്യേകതകളുള്ളതാണ് ഈ വിഷ്ണുക്രാന്തി. ഇതാണ് കറുക. പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കറുക എന്ന് പറയുന്നത്. പലർക്കും കറുക എന്ന് പറയുമ്പോൾ അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ ബർമുഡ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അറിയാം. അതെ, ഇതിന് ബർമുഡ ഗ്രാസ് എന്നൊരു പേരുണ്ട്. നമ്മുടെ നാട്ടിൽ ബർമുഡ ഗ്രാസ് എന്നറിയപ്പെടുന്ന ചെടിയാണ് നമ്മുടെ ദശപുഷ്പങ്ങളിലെ കറുക. ആയുർവേദത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നതാണിത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അൾസർ മാറ്റാൻ, അസിഡിറ്റി മാറ്റാൻ, ഉദരരോഗങ്ങൾക്ക് ഒക്കെ ഈ കറുകപ്പുല്ല് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി ഉണ്ടല്ലോ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പിന്നെ എന്താ പറയുന്നത്, ഇതിൽ ഒരുപാട് നാരുകളുണ്ട്. നാരുകൾ ഉള്ളത് കൊണ്ട് ദഹനത്തിനും പ്രമേഹത്തിനും ഒക്കെ ഇത് നല്ലതാണ്. ഇത് ചെറുള. അതെ, നമ്മുടെ മുറ്റത്തെ ഒരു പുല്ലായിട്ട് തോന്നുന്നുണ്ടല്ലേ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ഒരു പുല്ല്. എന്നാൽ ഇത് വെറും പുല്ലല്ല കേട്ടോ. ദശപുഷ്പങ്ങളിലെ ഒരു പ്രധാനിയാണവൻ. ചെറുള എന്നാണ് പേര്. മൂത്രാശയക്കല്ല്, ഗർഭകാലത്തുള്ള രക്തസ്രാവം, തലവേദന, ജ്വരം, പ്രമേഹം, അസിഡിറ്റി ഇവയ്ക്കെല്ലാം നല്ല ബെസ്റ്റ് മരുന്നാണ്. മൂത്രത്തിൽ പഴുപ്പിന് നല്ലതാണ്. ഇതിന് വേറൊരു പേരൂടെ ഉണ്ട് കേട്ടോ. എന്താ അറിയോ, ബലിപ്പൂ എന്നാണ് ഇതിന്റെ ഒരു പേര്. മരണാനന്തര പൂജാ കർമ്മങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബലിപ്പൂവ് എന്നൊരു പേര് വന്നത് തന്നെ. പെട്ടെന്ന് വളർന്നിട്ട് പരിസരം മുഴുവൻ കാട് പിടിച്ച് വളരുന്ന ഒരു ചെടിയാണിത്. ഇതിനെ നമുക്ക് ഉദ്യാന സസ്യമായിട്ടും വളർത്താൻ പറ്റും. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ വളർത്താൻ പറ്റും. നമ്മുടെ മുടിയിൽ ചൂടിയാൽ പോലും ആയുസ് വർദ്ധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് മുയൽ ചെവിയൻ. മുയലിന്റെ ചെവിയോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇവന് മുയൽ ചെവിയൻ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. പൂക്കൾ വയലറ്റ് കളറാണ്. ചെറിയ പൂക്കളാണ്. തറയിൽ പറ്റിയാണിത് വളരുക. പൂങ്കുല മുകളിലോട്ട് പൂക്ക ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വാത കഫ പ്രശ്നങ്ങൾക്ക് ഉത്തമ ഔഷധമാണ്. അതുപോലെ തന്നെ ഇതിന് എഴുത്താണി പച്ച, നാരായണ പച്ച എന്നൊക്കെയുള്ള പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്കും നേത്രത്തിന് കുളിർമ നൽകാനും ഒക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരുപാട് ഔഷധങ്ങൾ ഗുണമുള്ള ഒരു ചെറു സസ്യം കൂടിയാണ്. ഇതാണ് തിരുതാളി. തിരുതാളി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, പ്രകൃതിയിലെ മികച്ച ഷാംപൂ എന്ന് തന്നെ പറയാം. അതെ, തിരുതാളി നമ്മുടെ പ്രകൃതിയിലെ മികച്ച ഒരു ഷാംപൂ ആണ്. പിന്നെന്താ പറയുന്നത്, കാലത്ത് വിരിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കൊഴിഞ്ഞു പോകുന്ന പൂക്കളാണ് ഇതിനുണ്ടാവുക. കോളാമ്പി പൂക്കളാണ്. കാലത്ത് വിരിയും, ഉച്ചയോടുകൂടി ഈ പൂക്കൾ അങ്ങ് കൂമ്പിപ്പോവും. ആയുർവേദത്തിൽ പ്രധാന മരുന്നുകൂടിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ വേലിപ്പത്തുകളിലൊക്കെ പടർന്ന് കയറി വളർന്ന് പൂക്കുന്ന ഒരു ചെടിയാണിത്. ആയുർവേദത്തിൽ വന്ധ്യതയ്ക്ക് ബെസ്റ്റ് മെഡിസിൻ ആണിത്. അതെ, വന്ധ്യതയ്ക്കുള്ള ബെസ്റ്റ്
ബെസ്റ്റ് മെഡിസിൻ കൂടിയാണിത്. കുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. നല്ല സുന്ദരൻ മഞ്ഞ പൂക്കളുമായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ അവിടെ ഇങ്ങനെ പൂത്ത് വിടരുന്ന കല്ലിലും കല്ലിന്റെ ഇടയ്ക്കും ഒക്കെ വളർന്നിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു സുന്ദര കില്ലാടിയാണ് ഈ മുക്കൂറ്റി എന്ന് പറയുന്നത്. ഏതാണ്ട് രുചിയിൽ ഇതിന് കുറച്ച് കയ്പാണ്, പക്ഷേ ഉത്തേജന ഗുണമുള്ളതാണിത് കേട്ടോ. ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ ഗുണമുള്ളതാണിത്. പിന്നെ ഇത് കൂടാതെ മുക്കൂറ്റി ഒരു വിഷഹാരിയാണ്. പ്രമേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ദാഹശമനി കൂടിയാണ് കേട്ടോ ഇത്. അതായത് നമ്മളിത് സമൂലം എടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ദാഹശമനി കൂടിയാണ്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മൂക്കൂറ്റി. അടുത്തത് കയ്യോന്നിയാണ്. കയ്യോന്നി കണ്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ. അതെ, നമ്മുടെ നാട്ടിൻപുറത്തും പാടത്തും പറമ്പിലും ഒക്കെ നിറച്ചു വളർന്നു നിൽക്കുന്നതാണ് ഈ കയ്യോന്നി. നമ്മുടെ ഇതിന് ഭൃംഗരാജൻ എന്ന് ഇതിനെ പറയാറുണ്ട്. നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷികമായ ഒരു ചെടിയാണിത്. ചെറിയ വെള്ളപ്പൂക്കളാണ് ഇതിലുണ്ടാവുക. നിറച്ച് നമ്മുടെ കാട് പോലെ പിടിച്ചു കയറുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദശപുഷ്പങ്ങളിലെ അടുത്ത താരം. അടുത്തതായിട്ട് നിലപ്പന. അതെ, പനവൃക്ഷത്തോട് സാദൃശ്യമുള്ളതാണ് നിലപ്പന. കണ്ടോ, ഏതാണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ചെറിയ മഞ്ഞ പൂവാണ് ഇതിലുണ്ടാവുക. വിഷഹാരിയാണ്, പനിക്ക് നല്ലതാണ്. അസ്ഥിസ്രാവത്തിനും രക്തസ്രാവത്തിനും ഒക്കെ ഉത്തമ ഔഷധമാണ്. നമ്മുടെ ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെടിയാണിത് നിലപ്പന. അടുത്തതായി ഇതാണ് പൂവാങ്കുരുന്നില. അതെ, കുഞ്ഞു പൂക്കളാണ്. ദാരിദ്ര്യനാശം വരുത്തുന്ന ഒരു ഇതെന്നാണ് നമ്മുടെ മലയാളികളുടെ പൊതുവെയുള്ള വിശ്വാസം. അതെ, നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. പനി, മലമ്പനി, തേൽവിഷം, അർശസ്, ഇതിനൊക്കെ ഇത് ഗുണപ്രദമാണ്. കൂടാതെ നേത്ര ചികിത്സയ്ക്കും ഉത്തമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ പൂവാങ്കുരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്, നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ നിറച്ച് വിരിയുന്നത് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ വന്നാൽ കാട് പോലാവുന്ന ഒരു ചെടിയാണിത്. ദേശപുഷ്പങ്ങളിലെ 10ാമത്തെ താരമാണ് കേട്ടോ ഈ ഉഴിഞ്ഞ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉഴിഞ്ഞ കൊണ്ടുണ്ടാക്കിയ ഒരു ദോശയാണ്. തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രശസ്തമാണ് ഈ ഡിഷ്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഉഴിഞ്ഞ എന്ന് പറയുന്നത്. സന്ധിവാതം, നടുവേദന ഒക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണിത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇത് വെച്ചുള്ള പല ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായതാണ് ഈ ഉഴിഞ്ഞ ദോശ എന്ന് പറയുന്നത്.